എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മസാല ദോശ. മസാല തയ്യാറാക്കുന്നതിലേക്കായി 1/2 കിലോ ഉരുളൻകിഴങ്ങും 1/4 കിലോ ക്യാരറ്റുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമുക്കൊരു പ്രഷർ കുക്കർ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം ഈ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം ആവശ്യമായിരിക്കും. ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട ശേഷം 5 വിസിൽ അടുപ്പിക്കേണ്ടതുണ്ട്. മസാല തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടി ഒരു സവാള എടുക്കാം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, 3 പച്ചമുളക്. കുക്കറിൽ ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. സവാള നീളത്തിൽ മീഡിയം കനത്തിൽ മുറിച്ചെടുക്കുക. ഇഞ്ചിയും നീളത്തിൽ കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കുക. പച്ചമുളക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില ചെറുതായി നുറുക്കിയെടുക്കാം. മസാല തയ്യാറാക്കുന്നതിനേക്ക് വേണ്ടി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അത് സൺഫ്ലവറോ വെളിച്ചെണ്ണയോ എന്തുമാകാം. സൺഫ്ലവർ ആയിരിക്കും കൂടുതൽ രുചി. കാര്യം നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് അവർ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു രുചിയായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുക. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. എണ്ണ ചൂടായ ശേഷം 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ചെറുതായി കളർ മാറി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി ഇവ ചേർത്ത് കൊടുക്കുക. ഈ സമയം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, സവാള ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിനേക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഫ്രഷ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല. മീറ്റ് മസാലയും ഫ്രഷ് മല്ലിപ്പൊടിയും ചേർത്ത് കഴിയുമ്പോൾ മസാലയ്ക്കൊരു പ്രത്യേക മണവും രുചിയും ഉണ്ടാവും. ഇതാണ് റെസ്റ്റോറൻറ്റിലെ മസാല ദോശയുടെ ഒരു പ്രത്യേക ഫ്ലേവർ. പൊടികൾ ചേർക്കുന്നത് മുതൽ തീയുടെ ആവശ്യമില്ല മസാലയ്ക്ക് വേണ്ടിയിട്ട്. കുക്കർ തുറന്ന് നോക്കാം. ഇതിപ്പോൾ സ്റ്റീമെല്ലാം പോയി തണുത്തിരിക്കുകയാണ്. ഉരുളൻകിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഒഴിച്ച വെള്ളം അങ്ങനെ തന്നെയുണ്ട്. ഇത് കറക്റ്റ് ഇതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തണുത്ത ശേഷം ഉരുളൻകിഴങ്ങിൻ്റെ തൊലി പൊളിച്ചു മാറ്റണം. ക്യാരറ്റിൻ്റെ തൊലി എടുക്കേണ്ടതില്ല. ഇനി ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പാറ്റുല കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം.
അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളൻകിഴങ്ങ് വേകുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാവും. അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ സമയത്ത് ഇത് ഒരു ഡ്രൈ ആയിട്ടായിരിക്കും കിട്ടുക നമുക്ക് ഇതുപോലെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ സമയത്തേക്ക്. അതും ചൂടുവെള്ളമായിരിക്കണം, ഒരിക്കലും തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കരുത്. നന്നായി ചൂടാക്കിയ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1/4 കപ്പ് വെള്ളം വേണ്ടി വരുമായിരിക്കും. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു അവസ്ഥയിലേക്ക് വേണ്ടി ഒഴിച്ചുകൊണ്ടിരിക്കുക കുറേശ്ശെയായിട്ട്. ഏകദേശം 1/4 കപ്പ് മതിയാകും, എന്നാലും ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാദ് ഒരല്പം കുറഞ്ഞു പോകും. ഒരു വെള്ളം ചൊവ്വ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ടേസ്റ്റിലേക്ക് മാറും അത്. ഇപ്പോൾ ഈ മസാലയുടെ ഏകദേശം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതേപോലെ ഏകദേശം കുറച്ച് മോയ്സ്ചർ ആയിട്ടിരിക്കണം. ഓവറായിട്ട് വെള്ളം ഉണ്ടാവുകയും വേണ്ട, തീരെ ഡ്രൈ ആവുകയും ചെയ്യരുത്. ഇനി ഇത് കുറച്ച് നേരം മാറ്റി വെച്ചാൽ വീണ്ടും ഡ്രൈ ആവും. അപ്പോഴും നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് മോയ്സ്ചറാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കേണ്ടത്. നമ്മളിതിങ്ങനെ ഒരു സ്പാറ്റില കൊണ്ട് കോരി എടുത്തു കഴിഞ്ഞിട്ട് പാനിലേക്ക് തിരിച്ചിടുമ്പോൾ എല്ലാം ജോയിൻ്റ് ആയിട്ട് തന്നെ വീഴണം. ഇതേപോലെ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. മസാല ദോശയിലേക്ക് വേണ്ടിയിട്ടുള്ള ദോശ തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ദോശ ബാറ്റർ എടുത്ത് വയ്ക്കുക. ദോശ ബാറ്ററിൻ്റെ മിക്സിംഗ് ഒന്നും ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല, വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്ത ദോശ ബാറ്റർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ദോശ പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. മീഡിയം ചൂടായിരിക്കണം ദോശ പാനിന് വേണ്ടത്. അതിലേക്ക് ഒരു തവി മാവെടുത്തൊഴിക്കുക. ഒരു പരന്ന തവി എടുത്തിട്ട് വേണം ഒഴിക്കാനും പരത്താനും. ഇതുപോലെ അമർത്തി പരത്തി കൊടുക്കുക. മാക്സിമം നൈസായിട്ട് തേച്ച് പരത്തുന്ന പോലെ പരത്താം. നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അത് വേണ്ട. കാര്യം നമ്മളുടെ വീടിനകത്തുള്ള പാത്രങ്ങൾക്കൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ആ പാത്രത്തിൽ ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്ന പോലെ പരത്തുകയാണെങ്കിൽ കുറച്ച് വലിയ ട്രേ പോലത്തെ പാൻ ആയിരിക്കണം വേണ്ടി വരിക. ഇതിലിപ്പോൾ ശരിക്കും ഇങ്ങനെ പരന്ന ഒരു തവി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം മുരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല എടുത്ത് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. ഇതിൽ പല സൈസുകളിലുള്ള വെജിറ്റബിളാണ് ഇപ്പോൾ ഉള്ളത്. ചിലതൊക്കെ വലിയ കഷ്ണങ്ങൾ, ചിലത് പൊടിഞ്ഞ് ക്രീം പോലെ ആയിട്ടുണ്ട്, ചിലത് ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം കിട്ടേണ്ടതും. നന്നായി മൊരിഞ്ഞു കഴിയുമ്പോൾ ഒരു സ്പാറ്റില കൊണ്ട് ദോശ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ദോശയുടെ പുറം ഭാഗത്തും ഒരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിവാക്കേണ്ടവർക്ക് ഓയിൽ ഉപയോഗിക്കാം, നിർബന്ധമില്ല. നല്ല മൊരിഞ്ഞ മസാല ദോശ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല അകത്ത് വെച്ചിട്ടുള്ള ചൂട് മസാല ദോശ തയ്യാറാണ്. ഫ്രഷ് മല്ലിപ്പൊടി ഉണ്ടാക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് മുഴുവൻ മല്ലി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും മതിയാകും. എന്നിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആക്കേണ്ട. കുറച്ചൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിന്. അത്തരം മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക സ്വാദായിരിക്കും, പ്രത്യേകിച്ചും സാമ്പാറിലും ഈ മസാലയിലേക്ക് വേണ്ടിയിട്ട്. മസാല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ സോഫ്റ്റും ആയിട്ടുള്ള ദോശയുണ്ട്. അപ്പോൾ അത് രണ്ടും ചേരുന്നതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മസാല ദോശ എന്ന് പറയുന്നത്. അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതേ അളവിൽ ചേരുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നും.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദുള്ളൊരു മസാല ദോശയാണിത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇഷ്ടമായി എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കൂ. ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായി വരുന്നതാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി പുതിയൊരു തകർപ്പൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.